ഇന്ന് രാവിലെ ചായക്ക് കടി നിന്റെ ദോശയും ബീഫാണ്. ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ല, അപ്പൊ ഇനി ബീഫ് കൊണ്ടൊരു കളി കഴിക്കാം. അങ്ങനെ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഒന്ന് പുറത്തു പോവാണ്. കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാണ്ട് ഒപ്പം പെങ്ങളിയും കൊണ്ടുവരണം. ബേക്കറി ഒക്കെ എന്തിനാ വെച്ചാല് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊന്ന് പറഞ്ഞു നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു യാത്ര പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ യാത്ര നമ്മൾ ഇന്നാണ് പോകേണ്ടത്. ശരിക്കും ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കസിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായി. അപ്പൊ അത് ഒഴിവാക്കി പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇന്ന് രാവിലെ പോകാനുള്ള പ്ലാൻ ഇന്ന് വൈകുന്നേരം ആക്കാന്ന് വിചാരിച്ചു. അത് നാളേക്കാക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് ഒരു ദിവസം കൂടി കുറയും. അപ്പൊ നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പെങ്ങളെ കൊണ്ടുകൊണ്ട് പരിപാടിക്കാണ്. പെങ്ങളെ നമ്മളപ്പം യാത്ര പോരുന്നില്ല. അപ്പൊ ആദ്യം ബേക്കറി പോവാ. ബേക്കറിന്റെ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കുറച്ച് പുറത്താണ് നിർത്തിയിട്ട്. വലിയ ദൂരമൊന്നും ഇല്ല, ഒരു രണ്ടടിയാണ് നടന്നാൽ മതി. അങ്ങനെ ബേക്കറിയിലെത്തി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടില്ല, ആകെ മൂന്നാല് സാധനം മേടിച്ചിട്ടുള്ളൂ. വെറുതെ വണ്ടിയിലിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമുക്കൊരു 600-700 കിലോമീറ്ററിന്റെ മേലെ വരുന്നുണ്ട് നമ്മളെ യാത്രക്ക്. അപ്പൊ ആ സമയത്തൊക്കെ വണ്ടി ഇരുന്ന് വെറുതെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ മേടിക്കിട്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ പെങ്ങളെ കൊണ്ടുവരാൻ പോകണം. അതിന്റെ മുമ്പായിട്ട് എനിക്കൊന്ന് റീചാർജ് ചെയ്യണം. അങ്ങനെ റീചാർജ് ചെയ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞാണ്ട് പെങ്ങൾക്ക് വിളിച്ച് നോക്കി. ഇപ്പോൾ ഓള് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഓൾത്തും കുട്ടീൻ്റെ ഒന്നും റെഡി ആയി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം സാധനം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇനി ഒന്നും കൂടി പെങ്ങളെ കൊണ്ടുവരാൻ പോവാ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കളയാൻ കുറെ സമയമൊന്നും. അങ്ങനെ ഓളെ പോയി അവിടുന്ന് എടുത്ത് മച്ചാനാണെങ്കിൽ ഉറക്കക്ഷീണത്തിലായതുകൊണ്ട് നല്ല മന്ദപ്പില്ല. ആള് വീട്ടിൽ നിന്ന് പോയത് പെരുന്നാളിന്റെ തലേന്നാണ്. അങ്ങനെ ഇവിടെ കൊടുന്ന് ഉമ്മ അവിടെ കളിപ്പിച്ചിട്ട് തിരക്കിലായിരുന്നു. അങ്ങനെ ജുമയ്ക്ക് പോയി വീട്ടിലെത്തി ഇന്ന് ഫുഡ് കഴിക്കാണ്. അന്നത്തെ ഫുഡ് എന്താ വെച്ചാൽ ഇന്നലത്തെ മന്തി തന്നെയാണ്. ഉച്ചദേശം പരിപാടി ഉണ്ടായത് കൊണ്ടും പിന്നെ രാത്രി നമ്മള് വീട്ടിലില്ലാത്തത് കൊണ്ടും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതുകൊണ്ട് മാത്രമൊന്നല്ല, കുറെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഇപ്പൊ പരിപാടിക്ക് പോവാ, കസിന്റെ എൻഗേജ്മെന്റിന്. ചെന്നപ്പോ വലിയ തിരക്കൊന്നുമില്ല, ആളൊക്കെ എത്തി തുടങ്ങണുണ്ടായിരുന്നു. പിന്നെ ആളൊക്കെ വന്ന് പിന്നെ ഞാൻ തന്നെ ആകെ തിരക്കിലായി, സാധനങ്ങളൊക്കെ എടുത്തെടുക്കേണ്ട പരിപാടിയിലായി. പിന്നെ അവസാനം പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. നമുക്ക് നമ്മളെ യാത്ര പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മളെ നേരത്തെ ഇറങ്ങി. നമുക്ക് നമ്മളെ പെങ്ങളൊക്കെ ഓളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ ഇന്ന് അത്ര തന്നെ, ബാക്കി പിന്നെ